ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു മൂവി അപ്ഡേറ്റ്സ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ മാർച്ച് മാസം തൊട്ട് മെയ് മാസം വരെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന മൂവിലെ ഏതെല്ലാം ദിവസങ്ങൾക്കുള്ള റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം ഈ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ ഒരു സുവർണ്ണകാലം തിരിച്ചുകൂടിയ വർഷം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2024 വളരെ റിലീസ് ചെയ്ത പല ചിത്രങ്ങളും വൻ വിജയത്തോട് തന്നെയാണ് വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മയുഗം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ് എല്ലാ ചിത്രം നല്ല അഭിപ്രായത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ച ചിത്രങ്ങൾ പോലും വലിയ ഹിറ്റും ഏകദേശം കോടിക്കണക്കിനാണ് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ആ ലിസ്റ്റിലേക്ക് മാർച്ച് മാസം വന്നിരിക്കണം. അപ്പോൾ മാർച്ച് മാസം ആദ്യം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദിലീപേട്ടൻ എന്ന് പറയുന്ന ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ റിയൽ സ്റ്റോറിയാണ്. തങ്കമണി എന്ന് പറയുന്ന മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു യഥാർത്ഥ ഒരു ഇൻസിഡൻ്റ് ആസ്പദമാക്കിയാണ് തങ്കമണി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബസ്സും ആ ബസ്സുമായിട്ടുള്ള സംഭവ വികാസങ്ങളും ഒരു നാട്ടിലെ ജനങ്ങളുള്ള നരനായാട്ടും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ തങ്കമണി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർച്ച് 7 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏറെനാൾ കാത്തിരുന്ന് മൂന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർച്ച് 28 ആടുജീവിതം എന്നാണ് മൂടെ പേര്. സാക്ഷാൽ പൃഥ്വിരാജ് സുകുമാരൻ ബ്ലെസ്സി കൂട്ടിൽ വരുന്ന ഒരു മേജിക് തന്നെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ബെന്നിമിൻ്റെ ഒരു ആടുജീവിതം തന്നെയാണ്. കാരണം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ അത് ആ ചിത്രത്തിന് വേണ്ടി എത്രത്തോളം എഫർട്ട് കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ മനോഹരമായിട്ട് തന്നെ ആയിരിക്കും ആടുജീവിതത്തിൽ എന്തായാലും പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം യാതൊരു സംശയവും. ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള പുഷ്പം പോലെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ് നമ്മുടെ ആടുജീവിതം എന്ന് പറഞ്ഞ മൂവിക്ക്. അപ്പോൾ ആടുജീവിതം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർച്ച് 28 ആടുജീവിതം റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഇനി ഏപ്രിലിൽ നോക്കി കഴിഞ്ഞാൽ ഏപ്രിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവി ഏപ്രിൽ 10 റിലീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാക്ഷാൽ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ പുതിയ മൂവിയാണ് ആവേശം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ജിത്തു മാധവാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒരു രോമാഞ്ചൻ ടീം തന്നെയാണ്. ആ ടീച്ചറും കാര്യങ്ങളും നല്ല അഭിപ്രായത്തോടെ തന്നെ ഫഹദ് ഫാസിലിൻ്റെ സ്ലൈം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു ഗുണ്ട ഗ്യാങ്ങിൻ്റെ കഥ തന്നെയാണ് ആവേശത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അത് തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നാണ് മൂവിയുടെ പേര്. പ്രണവ് മോഹൻലാൽ, അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, നീരജ് മൗൻ, നിവിൻ പോളി തുടങ്ങിയാണ് പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒരു നമുക്ക് ഹൃദയത്തിന് ശേഷം ഈ ടീമൊക്കെ വീണ്ടും ഒന്നിക്കുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മൂവി തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. കഴിഞ്ഞ ദിവസം തന്നെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം പ്രതീക്ഷയുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ആരാട്ടം തന്നെ പ്രണങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏപ്രിൽ 11 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11 റിലീസ് ചെയ്യുന്നത് മറ്റൊരു മൂവിയാണ് ജയഗണേഷ് എന്നാണ് മൂവിയുടെ പേര്. ഒരു ആൻറ്റി ഹീറോ മൂവിയായിട്ടാണ് ഒരു പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം വെക്കേഷൻ ടൈമിലൊക്കെ ഉണ്ണിമുകുന്ദൻ്റെ എന്താ പറയുക ജനപിന്തുണ അല്ലെങ്കിൽ നമ്മൾ മിന്നമുരളിക്ക് ശേഷം ഒരു അതിശയ ശക്തി കിട്ടിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഉണ്ണിമുഖത്തിൽ വരാൻ വേണ്ടി പോകും ജയഗണേഷ് എന്ന് പറഞ്ഞ മൂവിയിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ടീച്ചറൊക്കെ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല മേക്കിംഗ് രീതി കൊണ്ട് തന്നെ അത്യാവശ്യം കാണാൻ നല്ല ഇമ്പ്രസീവായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി. നമ്മൾ ആ ഡീറ്റെയിലായി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏപ്രിൽ 11 നമ്മുടെ ജയഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു മൂവി തലവൻ എന്നാണ് മൂവിയുടെ പേര്. അതായത് ആസിഫ് അലി, ബിജുമാൻ കൂടുതൽ വരുന്ന മൂവിയാണ് തലവൻ. ജിസ് ജോയ് ആണ് ഇതിനെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒരു പോലീസ് ഓഫീസറാണ്. ഈഗോ ക്ലാഷ് മൂവി തന്നെയാണ്. അതുപോലെ തന്നെ മെയ് മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മെയ് മാസം ആദ്യം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നിവിൻ പോളിയുടെ മൂവിയാണ്. നിവിൻ പോളി ഡിജോ ജസ് ആൻഡ് കൂട്ടിൽ വരുന്ന മൂവിയാണ്. മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് മൂവിയുടെ പേര്. അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ കണ്ടപ്പോൾ ഞാനടക്കം കാത്തിരിക്കുന്ന മൂവി തന്നെയാണ്. കാരണം നിവിൻ്റെ ഒരു കംബാക്കായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ടീസറിൽ കാണിച്ചിരുന്നു. എന്തായാലും മെയ് 1 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 3 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു മൂവി നടികർ എന്നാണ് മൂവിയുടെ പേര്. ടോവിനോ തോമസിൻ്റെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയാണ് നടികർ. ലാൽ ജൂനിയറിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ഒരു ടോവിനെ കൂടെ സാബിൻ സാഗറും ഇതിൽ പ്രധാന കഥാപാത്രമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ മൂവികളൊക്കെയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാത്തിരുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ഏപ്രിൽ മെയ് മാസത്തോട് കൂടി തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് മൂവിക്ക് വേണ്ടിയൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.